നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാടക്കത്ര പഞ്ചായത്ത് ഗ്രൗണ്ടും പുത്തൂർ സ്കൂൾ ഗ്രൗണ്ടും പുത്തൂർ ആയുർവേദ ആശുപത്രി കെട്ടിടവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വൻ ATM കൊള്ള, 65 ലക്ഷം കൊള്ളയടിച്ച സംഘത്തെ തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടി. പൊല്ലൂക്കര ICDSന്റെ പോഷകാഹാര പ്രദർശനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ട് നവീകരണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സാവിത്രി രാമചന്ദ്രൻ, പുഷ്പചന്ദ്രൻ, ചെയർമാൻ KP പ്രശാന്ത്, VS അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി VG ശശികല നന്ദിയും പറഞ്ഞു. നമ്മൾ കൊണ്ടുവരികയും ഇവിടെ ഒന്ന് പരിശോധിക്കുകയും ചെയ്തപ്പോൾ തൽക്കാലത്തെ സ്റ്റേഡിയം ഒന്ന് നന്നായി നിർത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചത്. ഗ്രൗണ്ടിന്റെ ഡെവലപ്മെന്റ്, ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ഫെൻസിങ്, 2-3 സ്റ്റെപ്പായിട്ടുള്ള സ്റ്റെപ്പ് ഗാലറി കം റിട്ടേണിംഗ് വാൾ, ഇന്റർലോക്ക് പിന്നെ ഡ്രെയിൻ, ബോർവെല്, ഫ്ലഡ് ലൈറ്റ്, നമുക്ക് രാവിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ഓപ്പൺ ജിം. ഇത്രയാണ് ഇപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പോരാ എന്ന അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഡെവലപ്മെന്റിന് ശേഷം നമുക്ക് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി അതിൻ്റെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചാൽ കുറച്ചുകൂടി നന്നായി ഇനി നമുക്ക് ഗ്രൗണ്ട് ഒരുക്കിയെടുക്കാം. ഞാൻ സണ്ണിയുമായിട്ട് ഒന്നിരുന്ന് ഇന്നലെ ചേച്ചിയുടെ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ നോക്കുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ വർഷം 7 ഗ്രൗണ്ടുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ളത്. കട്ടിലപ്പുറത്ത് 3 കോടിയുടെ ഒരു ഗ്രൗണ്ട്, ഇവിടെ 1 കോടി രൂപ ചെലവഴിച്ചൊരു ഗ്രൗണ്ട്, പട്ടിക്കാട് ഹൈസ്കൂളിലും PG ഹൈസ്കൂളിലും ഗ്രൗണ്ട്, ഇന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന PGക്ക് പിന്നെ പുത്തൂർ സ്കൂളിലെ ഗ്രൗണ്ട്, വലിയൂർ വൈലോപ്പിള്ളി സ്കൂളിൻ്റെ ഗ്രൗണ്ട്, MLA ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് പണിയുന്ന മൂക്കനിക്കര സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഒരു 7 ഗ്രൗണ്ടുകൾ പുതിയതായി നമുക്കുണ്ട്. സാധാരണ നിലയിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ സജീവമായിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് അതിവേഗം പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശാരീരിക ക്ഷമതയ്ക്ക് നമ്മുടെ കുട്ടികളെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ട് നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനോടൊപ്പം പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന സംസ്ഥാന കായിക വകുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പുത്തൂർ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗ്രൗണ്ട് നിർമ്മാണം. സംസ്ഥാന സർക്കാരിന്റെ 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക. ഗ്രൗണ്ട്, മഡ് കോർട്ട്, ഓപ്പൺ സ്റ്റേജ്, ഫ്ലഡ് ലൈറ്റ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഗ്രൗണ്ട് നിർമ്മാണം പൂർത്തിയാക്കുക. പുത്തൂർ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നളിനി വിശ്വംഭരൻ, PS സജിത്, ലിബി വർഗീസ്, പഞ്ചായത്ത് അംഗം ജയശ്രീ മധുസൂദനൻ, സ്കൂൾ പ്രിൻസിപ്പാൾമാരായ ലിയ തോമസ്, S മരകതം, ഹെഡ്മിസ്ട്രസ്മാരായ റിംസി ജോസ്, KA ഉഷാകുമാരി, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, MPTA പ്രസിഡന്റ് ഡെയ്നി ഡാനിഷ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ O ശോഭാചന്ദ്രൻ, TS മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു.
വളരെ മനോഹരമായി പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ ആരംഭിച്ചു. പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ മുഹമ്മദ് അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, മഡ് ഫുട്ബോൾ കോർട്ട്, ലോങ് ജമ്പ് പിച്ച്, ഓപ്പൺ സ്റ്റേജ്, ബാഡ്മിൻ്റൺ കോർട്ട്, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിൻ, ഗേറ്റ്, സ്റ്റെപ്പ് ഗാലറി, ഇതിന് നമ്മുടെ കുട്ടികൾ ഫുട്ബോൾ അടിച്ച് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള നല്ല ഫെൻസിങ്, റീറ്റൈനിങ് വാള്, ഫ്ലഡ് ലൈറ്റ്, അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവൃത്തികൾ, ഇതൊക്കെ കൂടിയിട്ടാണ് 2 കോടി രൂപയ്ക്ക് നമുക്ക് ഈ ഗ്രൗണ്ട് എടുക്കുന്നത്. അത് മാത്രം പോരാ, നമുക്ക് ഒരു പബ്ലിക്കിനുള്ള എൻട്രി കൂടി നമ്മൾ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ മുഹമ്മദ് അഷ്റഫിനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഓപ്പൺ ജിമ്മ് കൂടി ഇവിടെ തയ്യാറാക്കണം. അത് ഇതിൽ പണം തികയില്ല. ഓപ്പൺ ജിമ്മിൻ്റെ പണം MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചതായി ഔപചാരികമായി ചൂട് വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഇത് വളരെ മനോഹരമായി കൊണ്ടുപോകാൻ വഴിയൊരുക്കണം. ഇനിയൊരു ഉദ്ഘാടനം കൂടി വിസിറ്റ് ടീച്ചറൊക്കെ നടത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ 7-ാം തീയതി പൊളിക്കാനുള്ള ടെൻഡർ എടുക്കും. അരവിന്ദാക്ഷേട്ടനെ പറയാൻ വിട്ടുപോയി. പൊളിക്കാനുള്ള ടെൻഡർ എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്കൊരു 15-ാം തീയതിക്കകം പൊളിച്ചു കൊടുക്കാം എന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഇനി 1 കോടി രൂപയുടെ കൂടി പുതിയ ബിൽഡിങ് IP സ്കൂളിന് വേണ്ടി വരാൻ വേണ്ടി പോവുകയാണ്. നവീകരണം പൂർത്തിയാക്കിയ പുത്തൂർ പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി കെട്ടിടം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആയുർവേദ ആശുപത്രി കെട്ടിടം നവീകരണം പൂർത്തിയാക്കിയത്. ആയുർവേദ മേഖലയിൽ ഇന്ന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും നിരവധി പദ്ധതികൾ ആയുർവേദ മേഖലയിൽ നടപ്പാക്കി വരികയാണെന്നും അസുഖങ്ങളെ ശാശ്വതമായ രീതിയിൽ പരിഹരിക്കുവാൻ ആയുർവേദത്തിന് കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, HMC മെമ്പർ രാമകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ നിന്നും വിഭിന്നമാക്കി പഞ്ചായത്ത് 23 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നല്ല ഒപ്പിയും അതുപോലെ തന്നെ ഒരു ഫാർമസിയും ആളുകൾ നന്നായി ഇരിക്കാനുള്ള സൗകര്യവും സാമാന്യം നല്ല വിധത്തിൽ മുകളിലൊരു നില കൂടി എടുക്കുന്ന വിധത്തിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി എനിക്ക് തോന്നുന്നു NBHന്റെ ഗ്രാന്റ് കൂടി കിട്ടി 20 ലക്ഷം രൂപയ്ക്ക് ഒരു ലാബ് കൂടി തുടങ്ങാൻ പഞ്ചായത്ത് പരിപാടി ചെയ്യാൻ പറ്റും. കർക്കിടകക്കഞ്ഞി കൊടുക്കുന്നത് ഉൾപ്പെടെ 4 പ്രത്യേകമായിട്ടുള്ള പരിപാടികൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ പരിപാടികളുടെയൊക്കെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ഡോക്ടർമാരും ആളുകളും പറയും. ആയുർവേദ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. സഡനായിട്ടുള്ള റിയാക്ഷനുകൾക്ക് അലോപ്പതിയും പിന്നെ പതുക്കെയുള്ള ചികിത്സയ്ക്ക് ആയുർവേദം എന്ന സ്ഥിതി മാറി. ഏറ്റവും പെട്ടെന്ന് ചികിത്സയ്ക്ക് ഫലമുണ്ടാകുന്ന രംഗത്തേക്ക് കൂടി ആയുർവേദം കടന്നു വന്നതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരും അംഗീകരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എല്ലാം അംഗീകരിക്കുന്ന ഒരു ചികിത്സാ സംവിധാനം എന്ന നിലയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം അനുദിനം മുന്നോട്ട് കടന്നു വരികയാണ്. പൂരവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കൊച്ചു കാര്യങ്ങളിലേക്ക് പോകുന്നുവെന്ന് മന്ത്രി കെ രാജൻ. ഔപചാരിക ആലോചനകളിൽ ഒന്നും താൻ പങ്കെടുത്തിരുന്നില്ല. തുടക്കം മുതൽ അവസാനം വരെ താൻ അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി എന്ന നിലയിൽ അവിടെ പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ടാണ് സ്വയം നിയന്ത്രണം പാലിച്ചത്. പൂര ദിവസം ബോധപൂർവമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നു. രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ പലവിധത്തിൽ നടന്നു. പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കുകയാണ്. പൂരപ്പറമ്പിൽ നിന്നും തനിക്ക് യാതൊരു മോശാനുഭവവും ഉണ്ടായിട്ടില്ല. ജില്ലാ കളക്ടറോട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ ഗതികൾ നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നേരിട്ട് പോയി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ചോദിച്ചു. കളക്ടർ സ്വാഭാവികമായിട്ടും പറഞ്ഞ മറുപടി അവിടെ
നമ്മൾ ഭയപ്പെടുന്നത് പോലെ നിയന്ത്രണമുള്ള ഒരു ആൾക്കൂട്ടമല്ല അവിടെ നിൽക്കുന്നത്. അവിടുത്തെ ചിത്രങ്ങളെല്ലാം ബന്ധപ്പെട്ട TV ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചു. സ്വാഭാവികമായിട്ടും മന്ത്രി എന്ന നിലയിൽ അവിടെ പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൂടുതൽ വഷളായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള വിഘ്നങ്ങളും ഇല്ലാത്ത വിധം പൂരം കൃത്യമായി നടത്തി പോകലാണ് പ്രശ്നം. ഒന്ന്, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അവിടെ പോയി ഉണ്ടായാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നടക്കുന്ന സമയത്ത് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ അനധികൃതമായി പോയതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂരത്തിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള നടത്തിപ്പിൽ പ്രയാസം ഉണ്ടാകുമോ എന്ന് കരുതി ഞങ്ങളൊരു സ്വയം നിയന്ത്രണം വഹിച്ചു. ആരക്രമിക്കപ്പെടുന്നു? തൃശ്ശൂരിലെ ഈ പൂരത്തിൽ വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ ഞാൻ പറഞ്ഞോട്ടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ നടന്നു പോയ ഒരാളാണ് ഞാൻ. ഒരാളും എന്നെ ആക്രമിക്കും തൃശ്ശൂരിൽ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു പേടിയില്ല. പ്രശ്നം ഇത്രയേ ഉള്ളൂ. കളക്ടർ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങ് പോയി സംസാരിക്കുമ്പോൾ അവിടെ കൂടിയൊരു ജനക്കൂട്ടത്തിന്റെ പൊതു പ്രത്യേകതകൾ എന്തെന്നും അതുവരെ പൂരത്തിൽ കാണാത്ത ആളുകളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തി എന്നും എല്ലാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ പോയി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമെങ്കിലും ഉണ്ടായാൽ അത് പിന്നീട് ഒരു പ്രയാസത്തിന് ഇടവരുത്തരുത് എന്ന് ബോധപൂർവമായിട്ടുള്ള ആലോചനകൾ നടത്തി. അത്രയേ ഉള്ളൂ. ഈ തൃശ്ശൂർ പൂരത്തിന് ഇത്തവണയും ഒരാചാരത്തിലും ലംഘനം ഉണ്ടായില്ല. അത് പൂരത്തിന്റെ സമയക്രമത്തിലുണ്ടായ മാറ്റമാണ്. അതുപോലും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രശ്നവും സൃഷ്ടിക്കേണ്ട എന്ന് ഞങ്ങൾ കരുതി. കളക്ടർ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ജില്ലയിലെ ഭരണാധികാരി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ ആശങ്കയോട് പിന്നെ പ്രതികരിക്കേണ്ടത് എന്നാൽ നേരിട്ട് ഞങ്ങളങ്ങ് പോകാം, അവിടെ വന്നിട്ട് കാണുന്നത് കാണാം എന്ന വിധത്തിലാകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ആതിഥേയന്റെ ചുമതല വഹിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു നിയന്ത്രണം സ്വയം പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുത്തൂർ പൊന്നൂക്കര ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഒല്ലൂക്കര BRCയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവഴിച്ച് 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയാണ് വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയത്. കൂടാതെ ഒല്ലൂക്കര BRCയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ബാലപദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്, നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് PJ സുനിമോൾ, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, MV സുനിൽകുമാർ, SMC ചെയർമാൻ MN രാജേഷ്, PTA MPT അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടൊപ്പം തന്നെ പ്രൈമറി കുട്ടികൾക്ക് അവരുടെ വരവാഘോഷമാക്കാൻ വർണ്ണക്കൂടാരം പോലെ അവർക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതെല്ലാം കാണാൻ കഴിയുന്ന സന്തോഷകരമായ ചില പരിപാടികളുണ്ട്. സത്യത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ ഒരു ബാല്യകാലം. ഞാൻ KGM LP സ്കൂൾ എന്ന സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പ്രൈമറി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ കുട്ടിയാണ്. 1ാം ക്ലാസ്സിൽ അച്ഛൻ എന്നെ കയ്യിൽ പിടിച്ച് ശാരദ ടീച്ചറെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി അച്ഛൻ വീട്ടിലേക്ക് പോയി. എൻ്റെ അച്ഛനറിയാത്ത എളുപ്പവഴി കണ്ടുപിടിച്ച് അച്ഛനെത്തുന്നതിന് മുമ്പ് ഞാനും വീട്ടിലെത്തി. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോൾ കുട്ടികൾ പ്രവേശനോത്സവത്തിൻ്റെ ആഘോഷത്തിലേക്കാണ് ആദ്യം കടന്നു വരുന്നത്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഈ കാലത്ത് പ്രീ പ്രൈമറിയിൽ പഠിച്ചാൽ എന്തൊരു സുഖമായിരുന്നു എന്ന് തോന്നും വിധം നമ്മുടെ സ്കൂളിൻ്റെ പൊതു സാധ്യതകൾ മാറി. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സമൃദ്ധി എടുത്ത് പരിശോധിച്ച് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ എന്ന നിലയിൽ കക്ഷി നേതാക്കളായി ഞങ്ങളോട് ഇനി ഏതൊക്കെ സ്ഥലത്ത് വർണ്ണക്കൂടാരം ബാക്കിയുണ്ടെന്ന് എഴുതി ചോദിച്ചു. കുറഞ്ഞ സ്കൂളുകളെ പോലും എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാസ്സായില്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പാസ്സാക്കി. ചെറുകുന്ന് സ്കൂൾ എന്തായാലും ഈ വർഷം നമുക്ക് അറിഞ്ഞില്ല. പിന്നെ അപൂർവമായി മഞ്ചേരി സ്കൂള് ഞങ്ങൾക്ക് ഇരുന്ന് നോക്കുക. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷിക ദിനത്തിൽ കൂർക്കഞ്ചേരി
BM-LP സ്കൂൾ ഹാളിൽ ഡോക്ടർ MA സിദ്ദിഖ് സംസാരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 29 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ MA സിദ്ദിഖ് സംസാരിക്കുക. ഡോക്ടർ MA സിദ്ദിഖ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസിന്റെ ഡയറക്ടറാണ്. വാർത്താസമ്മേളനത്തിൽ ജലീൽ ടി കുന്നത്ത്, ഡോക്ടർ PK കുശലകുമാരി, VV സഹദേവൻ, PM ഷിബി രാജ്, റീബ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വൻ ATM കൊള്ള. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം കൊള്ളയടിച്ചു. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷൻ, തൃശൂർ നഗരത്തിലെ നായക്കനാൽ, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് പുലർച്ചെ 2-നും 4-നും ഇടയിലാണ് മോഷണം നടന്നത്. മുഖംമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ 4-അംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത്. ATM സെന്ററുകളിലെ CCTVകളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ ATM ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത്. രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായക്കനാൽ ഷൊർണൂർ റോഡിലെ ATMഉം മൂന്നാമതായി കോലഴി പൂവണിയിലെ ATMഉമാണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത്. ഈ 3 മോഷണത്തിന് പിന്നിലും ഒരേ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ഇടങ്ങളിലും SBIയുടെ ATM ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത്. നായക്കനാൽ ATM തകർക്കുന്നതിനിടയിൽ പോലീസിന് അലർട്ട് ലഭിച്ചിരുന്നു. പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്നും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു. പിന്നീടാണ് കോലഴിയിലെ ATM മോഷ്ടാക്കൾ തകർത്തത്. തൃശൂരിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 മണിക്കൂറിനുള്ളിലാണ് 3 മോഷണവും നടന്നത്. സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അവിടെ മോഷണം നടത്തിയ ശേഷം സംഘം തൃശൂരിൽ എത്തിയതാകാമെന്നൊരു കണക്കുകൂട്ടലും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അയൽ ജില്ലകളിലേക്ക് ഉൾപ്പെടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കലിന് സമീപമാണ് 6-അംഗ സംഘം പോലീസിന്റെ വലയിലായത്. പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച 65 ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. SK ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം നിർത്താതെ പോയ ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. അതിനിടെയാണ് വെടിവെപ്പ് ഉണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ നടന്ന കവർച്ചയിൽ തൃശൂരിലെ 3 ATMകളിൽ നിന്ന് 65 ലക്ഷം രൂപയോളമാണ് നഷ്ടമായത്. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നുമാണ് പണം മോഷ്ടിച്ചത്. 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 മണിക്കൂറിനുള്ളിലാണ് 3 ATMകളും തകർത്ത് പണം കവർന്നത്. ATMകൾക്ക് മുന്നിലെ CCTV ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിട്ടാണ് മോഷണം നടത്തിയത്. വെളുത്ത നിറത്തിലുള്ള ക്രെറ്റ കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ 6-അംഗ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMൽ നിന്ന് പണം കവർന്നത്. പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലേക്ക് എത്തിക്കും. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ്,
ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി മൂക്ക് തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളം എന്ന മുദ്രാവാക്യവുമായി തൃശൂരിൽ വാക്കത്തോൺ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 9 രാവിലെ 9:30 6000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വാക്കത്തോൺ തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൌഡ് ചുറ്റി തെക്കേ ഗോപുരനടയിൽ തന്നെ സമാപിക്കും. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെമിനാർ നടക്കും. വാർത്താസമ്മേളനത്തിൽ KM നൂർദീൻ, സുരേഷ് ശ്രീധരൻ, ബാബു പാണിക്കുളം, പ്രൊഫസർ കുസുമം ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉല്ലൂക്കര ICDS പ്രൊജക്ട് സെക്ടർ തല പോഷകാഹാര പ്രദർശനം കാളത്തോട് LP സ്കൂളിൽ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. CDPO ശാന്തകുമാരി അധ്യക്ഷം വഹിച്ചു. കൗൺസിലർ ഷീബ ജോയ്, ഹെഡ്മിസ്റ്റർ ശ്രീജ, കൗൺസിലർ ശ്യാമള മുരളീധരൻ, അധ്യാപിക ലീല തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി, JJ രോഹിണി തുടങ്ങിയവർ നേതൃത്വം നൽകി. പോഷകാഹാര പ്രദർശന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ICDS സൂപ്പർവൈസർ പ്രിയ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
KK Gold and Diamonds, Kalathot, Thrissur, making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മനഃശാസ്ത്ര വിഭാഗം മൈൻഡ് ക്രാഫ്റ്റ് സംയുക്തമായി ഇമോഷണൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന അന്തർദേശീയ സെമിനാർ സെപ്റ്റംബർ 28 രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. പ്രസ്തുത കാര്യപരിപാടിയിൽ അമേരിക്കൻ EQ for Peace എന്ന ഓർഗനൈസേഷന്റെ കോ-ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായ പ്രൊഫസർ മാർട്ട് പേൾസ്റ്റെയിൻ ആണ് മുഖ്യാതിഥി. അന്നേ ദിവസം പ്രസ്തുത വിഷയത്തിൽ പ്രബന്ധാവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ബാലകുറുവാൻ, പ്രിൻസിപ്പാൾ സുശീല മേനോൻ, മാർട്ട് പെരസ്റ്റൽ, ഐശ്വര്യലക്ഷ്മി, ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബിരിയാണി വാങ്ങി നിങ്ങൾക്കും പ്രതീക്ഷയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാം. 3 മുറി ഇടവക പരിധിയിൽപ്പെടുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങാകാൻ 3 മുറി ഇടവകയിലെ ഒരു കൂട്ടം യുവജനങ്ങൾ ചേർന്ന് തുടങ്ങിയ പ്രതീക്ഷാ കൂട്ടായ്മ ഇന്ന് ഒട്ടനവധി കുടുംബങ്ങൾക്ക് സാന്ത്വനമായി സഹായമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 4 വർഷമായി മാസം തോറും 20ഓളം പേർക്ക് പെൻഷനും ആപത്ഘട്ടങ്ങളിൽ 10,000 മുതൽ 25,000 വരെ ധനസഹായവും നൽകി വരുന്നു. അശരണർക്ക് ഒരു കൈത്താങ്ങായി മുന്നോട്ടുള്ള പ്രതീക്ഷയുടെ പ്രയാണത്തിനും പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കണക്കുകൾ സുതാര്യമാണ്. അത് എല്ലാ മാസവും ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ വായിച്ചറിയുന്നു. ഒട്ടനവധി സുമനസുകളുടെ സഹായത്താൽ ഭവനം, വിദ്യാഭ്യാസം, പാലിയേറ്റീവ് ഉപകരണങ്ങൾ കൂടാതെ രോഗികളെ സഹായിക്കുവാനും അങ്ങനെ നിരവധി സഹായങ്ങളും നൽകി മുന്നോട്ടു പോകുന്ന പ്രതീക്ഷാ പദ്ധതിയെ സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്കും ഒരുമിച്ച് ബിരിയാണി ചലഞ്ചിൽ പങ്കുചേരാം. പീശാരടി സമാജത്തിന്റെ വാർത്താ മാനസിക തുളസീദളം ആദ്യമായി ഏർപ്പെടുത്തിയ KP നാരായണ പീശാരടി സാഹിത്യ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ C രാധാകൃഷ്ണനെ സമർപ്പിക്കും. 2024 സെപ്റ്റംബർ 29 ഞായറാഴ്ച രാവിലെ 10 തൃശൂർ എലൈറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ഒരുക്കിയ പീശാരടി സമാജം നഗറിൽ നടക്കുന്ന ചടങ്ങുകൾ എഴുത്തച്ഛൻ 2023 പുരസ്കാര ജേതാവും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം ശ്രീ MP സുരേന്ദ്രൻ. അതോടൊപ്പം തുളസീദളം സർഗപ്രതിഭാ പുരസ്കാരം പ്രശസ്ത കവി രമാ പിഷാരടിക്കും നവമുകുളം പുരസ്കാരം വിഷ്ണുദത്തിനും സമ്മാനിക്കുന്നു. തുടർന്ന് പീശാരടി സമാജം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി വർഷം തോറും നൽകിവരുന്ന വിവിധ വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും സ്കോളർഷിപ്പുകളും സമ്മാനിക്കുന്നതാണ്. ഉദ്ഘാടനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഹരികൃഷ്ണ പിഷാരടി, KP ഗോപകുമാരി, ഗോപൻ പഴുവിൽ, PR രഘുനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടോറസ് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞ അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുതക്കാട് പള്ളിക്ക് സമീപം ഇന്നലെ രാവിലെ 11:30 സംഭവം. വാഹനത്തിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. തൃശൂർ ഭാഗത്തേക്ക് കരിങ്കൽ കയറ്റിപ്പോകുന്ന വാഹനമാണ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ചത്. തുടർന്ന് സമീപത്തുള്ള മതിലും തകർന്നു. സമീപത്തുള്ള ആക്രിക്കടയിലെ ആളുകൾ ഓടി മറഞ്ഞതിനാൽ വൻ അപകടം ഒഴിവായി. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഞാനും എൻ്റെ ഭായി ഇവിടെ പണിയെടുക്കുമായിരുന്നു. അപ്പോൾ വണ്ടിയുടെ സൗണ്ട്, ടയർ പൊട്ടിയ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉള്ളിൽ ഓടി. അപ്പോൾ വണ്ടി ഇങ്ങനെ ഇതിൽ വന്നു, ഈ ചാലിൽ വീണു. അങ്ങനെ വണ്ടി മറിഞ്ഞത്. പിന്നെ ഈ പോസ്റ്റുമ്പോൾ തട്ടിയിട്ട് കൊണ്ട് ലൈറ്റൊക്കെ പാടെ ലൈനൊക്കെ പാടെ കത്തിയിട്ട് തീയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും ഉള്ളിൽ ഓടി. അത് കാരണം ഞങ്ങളുടെ തടിയിട്ടു. ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ല. ഡ്രൈവർ കുറച്ചൊരു മനസ്സുധൈര്യമുള്ള ആളായിരുന്നു. അത് കാരണം ആൾക്ക് കുഴപ്പമില്ല. ആള് സിമ്പിളായിട്ട് നീച്ചു പോകുന്നു. ആളവിടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പരിക്കോ ചെറിയ പോറലോ ഒന്നുമില്ല. ഇത് ഒരു 10-15 മിനിറ്റ്, ഒരു 12-12 ഉണ്ടോ. വണ്ടിയുടെ ഫ്രണ്ടിന്റെ ലെഫ്റ്റ് ടയറാണ് പൊട്ടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാണിക്കത്ര പഞ്ചായത്ത് ഗ്രൗണ്ടും പുത്തൂർ സ്കൂൾ ഗ്രൗണ്ടും പുത്തൂർ ആയുർവേദ ആശുപത്രി കെട്ടിടവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ വൻ ATM കൊള്ള. 65 ലക്ഷം കൊള്ളയടിച്ച സംഘത്തെ തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടി.
ഒല്ലൂക്കര ICDSന്റെ പോഷകാഹാര പ്രദർശനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.